കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ സുധീഷ് ഇത്ര കാലം തന്നോട് വലിയ കള്ളത്തരമാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിധി ഭയങ്കര സങ്കടത്തിലായിരിക്കും. സുഭാഷേട്ടൻ വെറും മേസ്തിരിയാണെന്നും ആർക്കിടെക്റ്റ് ഒന്നുമല്ല എന്ന് സത്യം അറിഞ്ഞപ്പോൾ നിധിക്ക് അങ്ങോട്ടേക്ക് സഹിക്കാനാവുന്നില്ല. പാവം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ നിന്നങ്ങ് പോവാണ് വീട്ടിലേക്ക്. ആ സമയം തന്നെ സുഭാഷ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സത്യങ്ങളൊക്കെ നേരത്തെ തന്നെ നിധിയോട് പറയേണ്ടതായിരുന്നു എന്ന് സുഭാഷിന് തോന്നി. സത്യം അറിഞ്ഞപ്പോൾ ആ കുട്ടിക്കത് താങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സുഭാഷിനും വല്ലാത്ത വിഷമമായിരിക്കും. നിധി നേരെ വീട്ടിലേക്കൊന്നും പോവാതെ റോഡ് സൈഡിൽ ഇറങ്ങി. എന്നിട്ട് എങ്ങോട്ടേക്കൊന്നും പോകണമെന്ന് പോലും അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇത്ര കാലം തന്നെ ചതിച്ച് സുധീഷിന്റെ വീട്ടിലേക്ക് പോകണോ എന്ന ചിന്തയായിരിക്കും അവൾക്ക്. ഇത്രയും വലിയൊരു കള്ളം സുധീഷ് എന്തിനാണ് തന്നോട് പറഞ്ഞത്? ഒരു വട്ടമെങ്കിലും സത്യം തുറന്നു പറയാമായിരുന്നു എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സുധീഷ് ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. നിധി അവിടെ കണ്ടതും സുധീഷ് നേരെ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കും. എങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ വാങ്ങി തരുമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിലും എന്നെ കൂടി വിളിച്ച് പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കാണ്. എന്നാൽ സുധീഷിന്റെ ഈ ഒരു സംസാരമെല്ലാം കേൾക്കുന്ന സമയത്ത് നിധിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. അല്ല ഇതെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? വാ വണ്ടിയിൽ കയറ്, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയും. അന്നേരം നിധി വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാണ്. എന്ത് വേണ്ടെന്നോ? അതെന്താ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്? സുധീഷ് ചോദിച്ചു. അപ്പോഴാണ് നിധി ചോദ്യം ചെയ്തത്. അല്ല സുധീഷ് എൻ്റെ അടുത്ത് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? സുധീഷ് ഉടനെ തന്നെ തടി തപ്പി. കള്ളത്തരമോ? ഞാനോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിധി വിട്ടുകൊടുത്തില്ല. ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കാൻ നിധി. സുധീഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ പെട്ടു. പറഞ്ഞതെല്ലാം തന്നെ കള്ളത്തരമാണ്. ഇതിൽ ഏതാണ് അവൾ കണ്ടുപിടിച്ചത് എന്ന് ആർക്കറിയാം? എന്നിട്ട് പുറമേ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയില്ലേ? അതിനു മുൻപ് സുധീഷ് എന്നോട് പറഞ്ഞത് എന്താണ്? സുഭാഷേട്ടൻ വലിയ എഞ്ചിനീയർ ആണെന്നും ആർക്കിടെക്റ്റ് ആണെന്നും ഒക്കെ അല്ലേ? അന്നേരമൊക്കെ സുധീഷ് പതറാതെ തന്നെ നിന്നു. അതെ ചേട്ടൻ ആർക്കിടെക്റ്റ് തന്നെയാണ്. നിധി രൂക്ഷമായി സുധീഷിനെ ഒന്ന് നോക്കി. ഇപ്പോഴും സുധീഷ് കള്ളം തന്നെയാണല്ലോ പറയുന്നത്. സത്യം പറയാൻ ഒരു ഉദ്ദേശവുമില്ലേന്ന് ചോദിക്കും. സുധീഷ് ആകെ പരിങ്ങി നിൽക്കുകയാണ്. എന്താ നിധി, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്കിടയിൽ എന്തിനാ ഒരു ഒളിച്ചുകളി? നിധി പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് സുധീഷേട്ടാ. എന്തിനാണ് സുഭാഷേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണെന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞത്? അദ്ദേഹം വെറും ഒരു മേസ്തിരിയല്ലേ? അത് കേട്ടതോടുകൂടി തന്നെ സുധീഷ് ആകെ ഞെട്ടിപ്പോയി. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത് നിധി? നിധി പറയുന്നത്, സുഭാഷേട്ടൻ തന്നെയാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞത്. എന്നെ സൈറ്റിൽ കൊണ്ടുപോയി കാണിച്ചു തന്നു. മുൻപ് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷേ മേസ്തിരിയാണെന്ന കാര്യം മറച്ചു വെച്ചു. എന്തിനായിരുന്നു ഇതെല്ലാം? സുധീഷ് അപ്പോൾ തന്നെ ഒരു ന്യായീകരണം കണ്ടെത്തി. അതൊക്കെ ഞാൻ നിന്റെ വീട്ടിൽ വെച്ചല്ലേ പറഞ്ഞത്. അന്ന് നമുക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയണമെന്നാ തോന്നിയത്. അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണോ? നിധിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ ഇത്ര നാളും പറഞ്ഞതെല്ലാം തന്നെ കള്ളത്തരമായിരുന്നോ? സുധീഷ് പറയുന്നത്, അയ്യോ അങ്ങനെയൊന്നും പറയരുത്. പരിചയമില്ലാത്ത ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത്തിരി കൂട്ടി പറഞ്ഞെന്നിരിക്കും. നീ എൻ്റെ വീട്ടിലേക്ക് വരുമെന്നോ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കുമെന്നോ അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലോ. നിധി പറയുന്നുണ്ട്, എന്തായാലും ഇത് ഇത്തിരി കൂടിപ്പോയി. വീട്ടിൽ വന്നതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ എന്നോട് സത്യം തുറന്നു പറയാമായിരുന്നില്ലേ? സുധീഷ് പറയുന്നുണ്ട്, അതിനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല നിധി. നിധി പറഞ്ഞു, വെറുതെ ഓരോന്നും പറയേണ്ട സുധീഷേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സുധീഷ് വീണ്ടും സോപ്പിടാൻ നോക്കി. അയ്യോ അങ്ങനെ പറയില്ലേ നിധി, സത്യം പറഞ്ഞ സമയം കിട്ടാത്തത് കൊണ്ടാ. നിധി തിരിച്ചു ചോദിച്ചു, ഇനിയിപ്പോ ഇത് മാത്രമാണോ അതോ ഇനിയും പറയാൻ ബാക്കിയുള്ള എന്തെങ്കിലും കള്ളത്തരങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഇല്ലെന്ന് സുധീഷ് ആണയിട്ട് പറഞ്ഞു. നിധിയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പാവം നിധിക്കറിയില്ലല്ലോ. ഞാൻ നിങ്ങളിൽ നിന്നും ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. സുധീഷ് സത്യസന്ധനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. സുഭാഷേട്ടൻ അറിയാതെ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് ഇല്ലാത്ത ജോലിക്ക് എന്നെ ഇന്റർവ്യൂവിനും കൊണ്ടുപോയപ്പോൾ ആ പാവം മനുഷ്യൻ എത്രമാത്രം വിഷമിച്ചു കാണും. സുധീഷ് പറഞ്ഞു, സാരമില്ല നിധി, പോട്ടെ, എന്നോട് ക്ഷമിക്ക്. നിധി പറഞ്ഞു, എനിക്കങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. സുധീഷ് വണ്ടിയിൽ കയറാൻ നിർബന്ധിച്ചുവെങ്കിലും നിധി കൂടെ പോയില്ല. സുധീഷ് പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയും. അവിടെ കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നിധി അങ്ങ് പോവാണ്. സുധീഷിനാണെങ്കിൽ ആകെ ടെൻഷനായി. ദൈവമേ, ഇവൾ ഇനി ഇവിടെ നിന്നും എങ്ങോട്ടായിരിക്കും പോകുന്നത്? സുഭാഷേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവളോട് പറയാൻ പോയത്? ഇതേ സമയത്തിന് ഹരീഷ് വീട്ടിലേക്ക് വരുന്ന സമയത്തിന് നികേഷ് വിചാരിച്ചത് നിധിയാണ് വരുന്നത് എന്നാണ്. നികേഷ് നിധിയെടുത്തിയെ തിരക്കിയപ്പോൾ ഹരീഷ് പറഞ്ഞു, ഇന്റർവ്യൂവിന് പോയിട്ട് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാഷ് വരുന്നത്. നിധി വന്നില്ലെന്നറിഞ്ഞപ്പോൾ സുഭാഷിന് സമാധാനമില്ലാതായി. അവളെ ഞാൻ ഓട്ടോയിൽ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടതാണല്ലോ. സുഭാഷ് ഹരീഷിനോട് സത്യമെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. എടാ, സുധീഷ് ഒരു കള്ളം പറഞ്ഞ് അവളെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയതാണ്. ഞാൻ വലിയ ആർക്കിടെക്റ്റ് ആണെന്നും എന്റെ ശുപാർശയിലാണ് ജോലി കിട്ടുമെന്നൊക്കെ അവളോട് പറഞ്ഞിരിക്കുന്നത്.
എനിക്ക് സങ്കടം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. ഹരീഷ് പറഞ്ഞത് ഇത് കുറച്ച് കൂടുതലായി പോയി. സുധീഷ് വായ തുറന്ന കള്ളം മാത്രമല്ലേ പറയുള്ളൂ. പാവം, അവൾ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? ഈ സമയത്തിന് സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. നിധി തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല എന്നറിഞ്ഞപ്പോഴേക്കും സുധീഷ് ആകെ വിറച്ചുപോയി. സുധീഷ് അവളെ അന്വേഷിച്ച് ബസ് സ്റ്റാൻഡിലും കടകളിലും ഒക്കെ ഫോട്ടോ കാണിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും ചോദിച്ചു. പക്ഷേ ആരും തന്നെ അവളെ കണ്ടിട്ടില്ല. ഒടുവിൽ ക്ഷേത്രത്തിനടുത്തു പോയി നോക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആലിന്റെ ചുവട്ടിൽ നിധി സങ്കടത്തോടെ ഇരിക്കുന്നത് സുധീഷ് കണ്ടു. സുധീഷ് ഓടിച്ചെന്ന് ചോദിച്ചു, നിധി, നീ എന്താ ഇവിടെ വന്നിരിക്കുകയാണോ? ഇതെന്താ ഇത്? എന്തിനാ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എത്ര പേടിച്ചു പോയിന്നറിയോ? നിധി ദേഷ്യത്തോടെ പറഞ്ഞു. ഇന്റർവ്യൂവിന്റെ കാര്യം വരെ കള്ളമല്ലേ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? സുധീഷ് പറയുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ സത്യമായിരുന്നു, പക്ഷേ അത് സുഭാഷ് ചേട്ടന്റെ കെയർ ഓഫിലാണെന്ന് പറഞ്ഞത് മാത്രമാണ് കള്ളം. ചേട്ടന് കുറച്ച് ഡിമാൻഡ്സ് കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രം ഞാൻ നിന്നോട് പറഞ്ഞതാണ്. പക്ഷേ നിധിക്ക് അപ്പോഴും വിശ്വാസമായിരുന്നില്ല. സുധീഷ് ഇപ്പോഴും എന്നെ വഞ്ചിക്കുകയാണ്. സുധീഷ് ഉടനെ തന്നെ സുഹൃത്തിനെ വിളിച്ച് ലൗഡ് സ്പീക്കറിലിട്ടു. എടാ, ഞാൻ ഇന്ന് നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ നീ ഇന്റർവ്യൂവിന് വന്നിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് നിന്ന് സുഹൃത്ത് പറയുന്നുണ്ട്, ഏത് നിധിയെന്ന്. എടാ, ആ ഫേക്ക് ഇന്റർവ്യൂവിന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇത് കേട്ടതോടുകൂടി തന്നെ നിധി സുധീഷിനെ തീ തുപ്പുന്നത് പോലെ കണ്ണോടൊന്ന് നോക്കി. അച്ഛനില്ലാത്ത സമയത്ത് ഭാര്യയും കൊണ്ടുവന്ന് ഇന്റർവ്യൂ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞ കാര്യമല്ലേ എന്ന് സുഹൃത്ത് ചോദിക്കാണ്. അതങ്ങ് തുറന്നു ചോദിച്ചതോടുകൂടി തന്നെ നിധിയുടെ മുന്നിൽ സുധീഷ് ആകങ്ങ് തകർന്നു പോയി. നിധിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണ്. സുധീഷിന്റെ സുഹൃത്തിന്റെ മറുപടി കേട്ടതോടുകൂടി തന്നെ നിധിയുടെ കണ്ണുകളിൽ നിന്നും തീ പാറി. പാവം സുധീഷ് ആകെ തരിച്ചുപോയി. കയ്യിലിരുന്ന ഫോൺ അങ്ങ് നിലത്തി വീഴാത്തത് ഭാഗ്യം. അവൻ വേഗം ഫോണ് കട്ട് ചെയ്ത് വിക്കി എന്തൊക്കെയോ പറയാൻ നോക്കിയെങ്കിലും നിധി അതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഫേക്ക് ഇന്റർവ്യൂ അല്ലേ സുധീഷേ? എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു നാടകം കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിധിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അത് ദേഷ്യം കൊണ്ടും ഒപ്പം വലിയൊരു ചതിക്കപ്പെട്ട സങ്കടവും കൊണ്ടുമാണ്. അവൾ അവിടെ നിന്നും വേഗത്തിൽ തന്നെ നടന്നു. സുധീഷ് പുറകെ ഓടി. നിധി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. നിന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ്. നിന്നെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ നിധി തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൾ നേരെ വീട്ടിലേക്ക് എത്തിയെങ്കിലും മുറിയിൽ കയറി കതകടിച്ചു. വീട്ടിലെ സുധീഷിനെ വരവേറ്റത് സുഭാഷിന്റെയും ഹരീഷിന്റെയും രൂക്ഷമായ നോട്ടമാണ്. സുഭാഷ് അവന്റെ തോളിലങ്ങ് പിടിച്ചു കുലുക്കി. എടാ, സ്നേഹം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പുറത്ത് പണിയേണ്ടതാണ്, അല്ലാതെ നീ പണിത് വെച്ചിരിക്കുന്ന കള്ളക്കഥകളുടെ മുകളിലല്ല. അവൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞത് അവൾ അന്തസ്സോടെ ജീവിക്കാനാണ്, നിന്റെ ഔദാര്യത്തിനല്ല. സുധീഷ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അന്ന് രാത്രി ആ വീട്ടിൽ ആരും തന്നെ ആഹാരം കഴിച്ചില്ല. നിധി മുറിയിൽ നിന്ന് തന്റെ പഴയ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നോരോന്നായി നോക്കി കരയുന്നുണ്ടായിരുന്നു. താൻ വിശ്വസിച്ച സ്നേഹം ഇത്രത്തോളം പൊള്ളയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നിധി ഒരു തീരുമാനമെടുത്തു. അവൾ തന്റെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നു. സുധീഷ് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ടേക്കാ നിധി? സുധീഷ് പേടിയോടുകൂടെ ചോദിച്ചു. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം സുധീഷേ. അതിന് നിങ്ങളുടെയോ നിങ്ങളുടെ കള്ളത്തരങ്ങളുടെയോ സഹായമേതായാലും എനിക്കിനി വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവാണ്. അവിടെ ഇരുന്ന് പഠിച്ച് സ്വന്തം കഴിവ് കൊണ്ട് ഒരു ജോലി നേടിയെടുത്തിട്ട് ഇനി ഞാൻ ഈ പടി ചവിട്ടുള്ളൂ. ഞാൻ എവിടെ നിന്നും ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജോലിക്കാരിയായിട്ട് എവിടെയെങ്കിലും നിൽക്കാൻ പോവാണ്. അവിടെ ഇരുന്ന് പഠിച്ച് സ്വന്തം കഴിവ് കൊണ്ട് തന്നെ ഒരു ജോലി നേടിയെടുത്തിട്ട് ഞാൻ ഇനി ഈ പടി ചവിട്ടുള്ളൂ. സുഭാഷേട്ടൻ അവളെ തടയാൻ നോക്കിയെങ്കിലും നിധി ഉറച്ചു നിന്നു. സുധീഷ് അവളെ തടയാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അവൾ ഒരടി അങ്ങ് പിന്നോട്ട് മാറി. വിശ്വാസം ഒരിക്കൽ പോയാൽ അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പാടാണ് സുധീഷേ. നിങ്ങൾ എന്നെ സ്നേഹിച്ചു കാണും, പക്ഷേ ആ സ്നേഹത്തിൽ ഇത്തിരി പോലും സത്യമില്ലായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിധി ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ സുധീഷ് ആകെ തകർന്നു പോയി. നിധി പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ താൻ പറഞ്ഞ ഓരോ കള്ളവും വലിയൊരു മതിലായി തങ്ങൾക്കിടയിൽ വളരുന്നത് അവൻ തിരിച്ചറിയുകയായിരുന്നു. നിധി ഇനി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുമെന്നോ സുധീഷിന് അവൾ മാപ്പ് നൽകുമെന്നോ എന്നൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ആ ഒരു രംഗം അവസാനിച്ചു. നിധി ഇനി എന്ന് തിരികെ വീട്ടിലേക്ക് വരുമെന്നോ സുധീഷിന് അവൾ മാപ്പ് നൽകുമെന്നോ എന്നൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. ബൈ.